സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം നിങ്ങളൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ശിരൂരിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ആദ്യത്തെ ബൂം എസ്കലേറ്റർ എത്തിയപ്പോൾ ഏകദേശം 60 അടി വരെ നീളമുള്ള ഒരു കൈയാണ് അതിൻ്റെത്. വേണമെങ്കിൽ തുമ്പിക്കൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ അത്രയും ദൂരത്ത് പോയിട്ട് ഡിഗ് ചെയ്യാനും മണ്ണെടുക്കാനും ഒക്കെ പറ്റുന്നൊരു സംവിധാനമാണ്. ഇന്ന് രണ്ടാമത്തതും അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ബൂം എസ്കലേറ്റർ എത്തിയപ്പോൾ നടത്തിയിട്ടുള്ള പൂജയുടെ ദൃശ്യങ്ങളാണ് ഞങ്ങളെ കാണിക്കുന്നത്. ಇವತ್ತು ಏನು ಇದ್ರು ನಮ್ಮ ಈ ಅಂಕೋಲ ಕೇರಳಾಗ ಇವಾಗ ಒಂದು ನಮ್ಮ ಪ್ರಯತ್ನ ಏನು ನಡೆದಿದೆ ಎಲ್ಲ ಸರ್ಕಾರದಿಂದ ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳಿರ್ಬೋದು, ಅಡ್ಮಿನಿಸ್ಟ್ರೇಷನ್ಸ್ ಇರ್ಬೋದು, ಎಲ್ಲರ ಇವತ್ತು ಒಂದು ಆಶೀರ್ವಾದ ಇವತ್ತು ನಮಗೆ ದೇಶದ ನಮ್ಮ ಒಂದು ಆಶೆ ಹಿಡಿದು ತೆಗೆದುಕೊಂಡು ಕೈ ಮುಟ್ಟು ಸ್ವಲ್ಪ ಕೈ ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ബൂം എസ്കലേറ്റർ വന്നപ്പം നമ്മുടെ നാട്ടിന്റെ ഒരു സാംസ്കാരികമായി ഇതിനകത്തൊരു ഹൈന്ദവ ആചാരം എന്നതിനപ്പുറത്ത് നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ ആരംഭിക്കുക, അതിനകത്ത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. കാരണം ആ ഓപ്പറേഷൻ സക്സസ് ആവണം എന്ന ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഒരു ശുഭകരമായ രീതിയിലുള്ള റിസൾട്ട് കിട്ടണം എന്നുള്ളത്. കാരണം അർജുനെ കിട്ടണം, അർജുന്റെ വണ്ടി കിട്ടണം, ശരവണ്ണനെ കിട്ടണം. നമ്മുടെ അർജുൻ മാത്രമല്ല, നമ്മുടെ അയൽ സഹോദരനായിട്ടുള്ള ശരവണ്ണും മണ്ണിനടി കിടക്കുന്നുണ്ട്. അത് കിട്ടണം എന്നുള്ള സതുദ്ദേശം കൂടി ചെയ്യുന്നത്. പക്ഷേ ഈ സംഭവം നടന്നത് യോഗിയുടെ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മോദിയുടെ ഗുജറാത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും പറയുക? ഇവിടുത്തെ വർഗീയവാദികൾ, ഇവിടുത്തെ കോൺഗ്രസുകാർ ഒക്കെ പറയും അവിടെ ഹൈന്ദവാചാരങ്ങൾ കൊണ്ടൊന്ന് ഓതാടിച്ചെടുപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ ഇതിനോടൊന്നും യോജിക്കുന്ന ആളല്ല. തേങ്ങ ഉടച്ചുകൊണ്ടും ഇതിലൊന്നും എനിക്ക് അത്ര ആചാരങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒരു മതത്തിന്റെ ഒരാചാരങ്ങളോടും പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒരാചാരങ്ങളും ഫോളോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ, ദൈവവിശ്വാസിയായിരിക്കുമ്പോഴും. പക്ഷേ ഇത് നടന്നത് നേരെ തിരിച്ചാണെങ്കിൽ, അല്ല വേണ്ട, കർണാടകയിൽ തന്നെയാണ്. കർണാടകയിൽ ഇപ്പൊ ഭരിക്കുന്നത് ബി.ജെ.പിയും ഈ എം.എൽ.എ. ബി.ജെ.പിക്കാരനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താവുമായിരിക്കും? ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ കമ്മികളും സുഡാപ്പികളും കൂടിയിട്ട് എന്തൊക്കെ പറയായിരുന്നു? കോൺഗ്രസ്സുകാരും എല്ലാം കൂടിയിട്ട് എന്തൊക്കെ പറയായിരുന്നു? കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. ഉപമുഖ്യമന്ത്രി സൂപ്പർ മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറാണ്. കർണാടകയുടെ ചുമതലയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ നമ്മുടെ പി.സി. വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവരാ. അതേപോലെ തന്നെ ഈ കാർവാർ എം.എൽ.എ. അവിടെ ഫുള്ള് കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട് സതീഷ് ഗെയിൽ. അദ്ദേഹം കോൺഗ്രസിന്റെ എം.എൽ.എ. ആണ്. അതിന് മുമ്പ് അവിടെ ബി.ജെ.പി ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ 2023 കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. കോൺഗ്രസിന്റെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് സതീഷ് ഗെയിൽ. ഞാൻ പറഞ്ഞ ഇത്രയുള്ള കാര്യം. ഇപ്പൊ നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ എഴുത്തിനിരുത്തുന്നു. അത് ക്രിസ്ത്യാനിയും ചെയ്യുന്നുണ്ട്, മുസ്ലിമും ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കൾ മാത്രമല്ല. നമ്മൾ ചടങ്ങ് നടക്കുമ്പോൾ ഇവിടെ നിലവിളക്ക് കൊളുത്തിയ പ്രശ്നമാണ്. നിലവിളക്ക് കൊളുത്തിയാൽ അത് ഹൈന്ദവ ആചാരങ്ങൾ അടിച്ചേൽപ്പിച്ചു. നിലവിളക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിനകത്തൊക്കെ മതം കലർത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കൊളുത്തിയാൽ മതി. പക്ഷെ അത് കൊളുത്തുന്നത് വലിയ എന്തോ അപരാധം പോലെ. നമ്മളൊരു ഒരു ചടങ്ങ്, ഒരു ശുഭാരംഭത്തിന്റെ ഭാഗമായിട്ട് നിലവിളക്ക് കൊളുത്തും. നമ്മൾ കുട്ടികളെ എടുത്തുന്ന കാര്യം പറഞ്ഞു. നമ്മളെല്ലാം ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു ഹൗസ് വാമിങ് നടക്കുമ്പോൾ വീട്ടിൽ പാല് കാച്ചും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ടുള്ള എവിടുന്നാ? ഇത് തുടങ്ങി വെക്കുന്നത് ഇവരെടുത്തുന്ന, ഹിന്ദുക്കളുടെ എടുത്തുന്ന. താലിമാല ക്രിസ്ത്യാനികൾക്ക് കൊണ്ടൊക്കെ ഉണ്ടല്ലോ. താലിമാല സങ്കല്പം വന്ന എവിടുന്ന? താലി അത് ഹൈന്ദവ സാംസ്കാരികതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാ. ഇതിനൊക്കെ നല്ലതിനെ ഏതിനെ സ്വീകരിച്ചുകൂടെ? അങ്ങനെയുള്ള ഓരോ കാര്യം. ഇപ്പൊ വീടിന് കുറ്റിയടിക്കുക, സ്ഥാനം കാണുക. കുറ്റിയടിക്കാൻ ചിലപ്പോൾ പള്ളിയച്ഛനെയോ മൊയിലാരെയൊക്കെ ചിലപ്പോൾ ആ സമയത്ത് വിളിച്ചു വരും. പക്ഷെ സ്ഥാനം കാണാൻ ഭൂരിഭാഗം വരും. ഇപ്പൊ ഞാനൊന്നും അങ്ങനെ ചെയ്യില്ല. ആ ശരിയെ വിളിച്ച് ഒരു ഹൈന്ദവമായിട്ടുള്ള രീതിയിലാണ് അതിന്റെ ക്രമം വരുന്നത് ഇന്ത്യയിൽ.
അങ്ങനെയാണ് പിന്നെ ഈ കുറ്റിയിടിയുടെ ചടങ്ങ് നടക്കുന്നത്. ഒരു കിളറിന്റെ സാധനങ്ങളാണെങ്കിൽ ആശാരി വിളിക്കുക. ഞാൻ പക്ഷേ എന്റെ ഫാമിലി കിളർ കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞ ആശാരിയും വേണ്ടെങ്കിൽ ഈശാരിയും വേണ്ട, വെറുതെ പിന്നെ അവർക്ക് വെറുതെ 500,000 രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവരും പിന്നെ ആശാരിയുമ്പോൾ കറക്റ്റ് സാധനം ഞാൻ എന്തോ ആശാരിക്ക് എന്തോ ഭയങ്കര സെൻസ് ഉണ്ട് ഭൂമിക്കടിയിൽ എവിടെ വെള്ളം എന്നുള്ളത്. ആശാരി ആ ഭൂമിയുടെ ഘടന അനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ നോക്കിയാലും കിട്ടില്ല. അപ്പം ഞാനത് ചെയ്യാറില്ല. പക്ഷേ ഇതിനൊക്കെ വർഗീയമായും മതപരമായും കാണേണ്ട ആവശ്യമില്ല. ഉദ്ദേശം നല്ലതാണോ ഇല്ല എന്നുള്ളതാണ്. ആ പൂജ നടത്തിയവരുടെയും ആ തേങ്ങ ഉടച്ച MLAയുടെയും അവരുടെ ഇന്റൻഷൻ എന്താ? അവർക്ക് ഈ ദൈവമേ ഈ ഓപ്പറേഷൻ സക്സസ് ആവണേ, ആ പിന്നെ സഹോദരങ്ങളെ കിട്ടണേ, ആ വണ്ടി കണ്ടെത്താൻ പറ്റണേ, അതിന് വിഘ്നങ്ങളൊന്നും ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് തേങ്ങ ഉടയ്ക്കുന്നത്. അപ്പൊ അതിനൊക്കെ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉത്തർപ്രദേശിലോ യോഗിയുടെ ഉത്തർപ്രദേശിലോ മോദിയുടെ ഗുജറാത്തിലോ നടന്നിരുന്നെങ്കിൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ ഇത് ഭയങ്കര ചർച്ചയാവും. കേരളത്തിലെ പിന്നെ പ്രതിപക്ഷ നേതാവ് സതീശനും പിന്നെ മറ്റൊരും എല്ലാവരും കിടന്ന് ഘോരം പ്രസംഗിക്കും. ഇപ്പൊ അവർക്ക് ഉണ്ടേണ്ട ആവശ്യമില്ല. കാരണം അവരെ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്, ഈ MLA കോൺഗ്രസ്. എന്തായാലും ശ്രദ്ധപ്പെട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തണം തോന്നി, അതുകൊണ്ട് വന്നേ ഉള്ളൂ.